യുഗപ്രഭാവൻ, ഒരായുസ്സുകൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയാത്ത ഒരേ ഒരു ആചാര്യൻ മാത്രമേ ഭൂമിയിലേക്ക് അവതാരം ചെയ്തിട്ടുള്ളൂ. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ്റെ മഹത് ജീവിതം ഒരു സാഗരമാണ്. അതിൽ നിന്നും ഒരു കുമ്പിൾ ജലം ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു. ഞങ്ങൾ പൻവേൽ യൂണിറ്റ് ഭക്തിപുരസ്സരം അവതരിപ്പിക്കുന്നു യുഗപ്രഭാവൻ. വയൽവാരം വീട് പ്രൗഢി കൊണ്ടും പാരമ്പര്യം കൊണ്ടും പ്രസിദ്ധിയാർജിച്ച തറവാട്. സമീപത്ത് വിശാലമായ വയൽനിലങ്ങൾ. വയൽവാരം വീടിൻ്റെ വടക്ക് മാറിയാണ് വടക്കേത് എന്ന ഭാഗം സ്ഥിതി ചെയ്യുന്നത്. തറവാട്ടിലെ സ്ത്രീകളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വടക്കേത്. അവർ ഋതുകാലത്തും പ്രസവകാലത്തും കഴിഞ്ഞിരുന്നത് ഇതിലായിരുന്നു. ഓലമേഞ്ഞ ചാണകം മെഴുകിയ ഒരു കൊച്ചുകുടിൽ. അതാ ആ കുടിലിലേക്ക് പൂർണ്ണഗർഭിണിയായ കുട്ടിയമ്മയെ മാടനാശാൻ കൂട്ടിക്കൊണ്ടുവരുന്നു. കുട്ടിയമ്മ പ്രസവിച്ച് ആൺകുഞ്ഞാണ്. പക്ഷേ കുഞ്ഞിന് ജീവനില്ല. അയ്യോ, എന്റെ കുഞ്ഞ്! മാടനാശാനെ, വിഷമിക്കാതെ ഇരിക്കൂ. എല്ലാം ദൈവഹിതം പോലെ നടക്കൂ. കുഞ്ഞ് അനങ്ങുന്നുണ്ടല്ലോ. കൈകാലുകൾ ഇളക്കുന്നുണ്ടല്ലോ. എന്തൊരു തേജസ്സാണ് ആ മുഖത്ത്. പക്ഷേ കുഞ്ഞ് കരയുന്നില്ല. അത്ഭുതം തന്നെ. കരയാതെ പിറന്ന കുഞ്ഞ്. ഇവന്റെ നാമധേയം നാരായണൻ. എന്റെ നാണു. ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ ശിശുവും തൻ്റെ വരവും അറിയിച്ചുകൊണ്ടുള്ള ഒരു കരച്ചിലും ആയിട്ടാണ് ലോകത്തേക്ക് മിഴി തുറക്കുക. എന്നാൽ പിറവിയിൽ പോലും കരയാതെ ലോകത്തെ കൗതുകത്തോട് കണ്ട ആ കുട്ടി അസാമാന്യനാണെന്ന് അറിവുള്ളവർ മനസ്സിലാക്കി. അതെ, ആ ജനനം തന്നെ അസാധാരണമായ വിധമായിരുന്നു. നിയതിയുടെ നിയമങ്ങൾ പോലും വഴിമാറി നിന്നു. നിയമ്യകനായ ഒരവതാരമൂർത്തിയുടെ തിരിപ്പിറവിക്ക് ലോകതാതനായ മാടനാശാൻ്റെയും ജഗത്മാതാവായ കുട്ടിയമ്മയുടെയും ആദ്യത്തെ അരുമസന്താനമായി ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലെ വയൽവാരം വീട്ടിൽ അവതാരം ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ. ലോകം മുഴുവൻ ശരചന്ദ്രിയ പരത്തിയ യുഗപുരുഷന്റെ ജനനം.
ഗുരു സൂര്യനുദിച്ചു, ഗുരു സൂര്യനുദിച്ചു. ഇരുട്ടു കോട്ടകൾ അടിച്ചുടയ്ക്കും നാരായണ സൂര്യനുദിച്ചു. വയൽവാരം വീട്ടിനകത്തൊരു സൂര്യനുദിച്ചു, ഗുരു സൂര്യനുദിച്ചു. ഇരുട്ടു കോട്ടകൾ അടിച്ചുടയ്ക്കും നാരായണ സൂര്യനുദിച്ചു. വേദാന്തം മുഴുവൻ നെഞ്ചിലൊതുക്കി, നാദനാദാന്തം മുഴുവൻ മൊഴിയിലുണർത്തി. വയൽവാരം വീട്ടിനകത്തൊരു സൂര്യനുദിച്ചു, ഗുരു സൂര്യനുദിച്ചു. മണക്കൽ ക്ഷേത്രം കുട്ടിയമ്മയുടെ അമ്മാവനും മഹായോഗ്യനുമായ കൊച്ചനാശാൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രമാണ് മണക്കൽ ഭഗവതി ക്ഷേത്രം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മ. അതാ മണക്കൽ ദേവിയുടെ അനുഗ്രഹം കാംക്ഷിച്ചുകൊണ്ട് കുട്ടിയമ്മയും മക്കളായ നാണുവും അനുജത്തിമാരുമായി ക്ഷേത്രത്തിലേക്ക് വരുന്നു. നാണു, നീ ഇതെന്താ ചെയ്തത്? അരുത്, ദേവിക്ക് നിവേദിക്കാൻ കൊണ്ടുവന്നതാ. അമ്മേ, ഞാൻ പ്രസാദിച്ച ദേവിയും പ്രസാദിക്കും. നാണു വളർന്നു. അരുളും അൻപും സ്നേഹവും കേടാതെ സൂക്ഷിച്ച ദിവ്യസ്വരൂപനായിട്ട്, പരജീവി സ്നേഹത്തെ മറ്റെന്തിനേക്കാളും വലുതായി കണ്ട ആത്മസ്വരൂപനായിട്ട്. ഇവിടെ ആരുമില്ലേ? അരി തിളച്ച് തൂവണു. നാണു, നീ പോലെ കുട്ടി എത്തേണ്ടി പോയി കുളിച്ച് ശുദ്ധി വരുത്തൂ. എന്തിനാ അമ്മാവ? അവരും മനുഷ്യരല്ലേ. കുട്ടിയമ്മേ, എന്താ അങ്ങളെ? കുട്ടിയമ്മേ, കുട്ടിയമ്മ ഇതൊന്നും കാണുന്നില്ലേ? നാണു, എന്താ നിന്റെ കയ്യിൽ കരി പുരണ്ടിരിക്കുന്നത്? അമ്മേ, കോമുന്റെ കുരിൽ കണ്ണി തിളച്ചു മരുന്ന് തൂവുന്നുണ്ടായിരുന്നു. അടുത്ത എങ്കും ആരും കണ്ടില്ല. അതുകൊണ്ട് ഞാനത് വാങ്ങി വെച്ചു. നാണു, നീ പുലക്കുടിയിൽ കയറി അശുദ്ധനായിരിക്കുന്നു. അത് മാത്രല്ല, നീ അവരെ കന്നിക്കലത്തെ തൊടുകയും ചെയ്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അമ്മേ, ഞാൻ ആ കന്നി വാങ്ങി വെച്ചില്ലെങ്കിൽ ആ പാവങ്ങൾ ഇന്ന് പട്ടിണി ആയി പോകുമായിരുന്നു. അതിനെക്കൊണ്ട് നമ്മൾ അവരെ ദ്രോഹിച്ച ദൈവം പോലും പൊറുക്കില്ല.
അവർണർ എന്നും സാമൂഹികമായ അതിക്രമങ്ങൾക്കും അനീതികൾക്കും വിധേയരായവർ. പശുവും പട്ടിയും പോലും നടക്കുന്ന പൊതുവഴിയിലൂടെ നടക്കാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. വിദ്യാലയങ്ങളിലും ആരാധനാലയങ്ങളിലും അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്തിന് ശരിയായ നാണം മറച്ച് വസ്ത്രം ധരിക്കാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. അവർണരുടെ സാമീപ്യമോ സ്പർശനമോ സവർണരെ അശുദ്ധമാക്കുമെന്ന് വിശ്വസിച്ചിരുന്ന കാലം. എന്നാൽ ജാതി എന്ന മിഥ്യാചാരത്തിൻ്റെ പേരിൽ ഒരു വിഭാഗം പാവങ്ങളെ തീണ്ടപ്പടകലേക്ക് വിരൽ ചൂണ്ടി നിർത്തിയിരുന്നത് അധർമ്മവും അനീതിയുമാണെന്ന് സമൂഹത്തിന് ബോധ്യമാക്കി കൊടുക്കാൻ കൊച്ചുനാണു കുട്ടിക്കാലത്തെ തന്നെ ശ്രമിച്ചിരുന്നു. ദൈവികതയോടുള്ള ആഭിമുഖ്യവും സഹജീവികളോടുള്ള ആർദ്രതയും അനുതാപവും നാടവിന് ജന്മസിദ്ധമായിരുന്നു. മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളിലെ ഒരു തരത്തിലും ബന്ധപ്പെടുത്താനാവാത്ത വൈജാത്യങ്ങളെക്കുറിച്ച് ആ കുരുന്നു മനസ്സ് ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്തകൾ ജീവിതത്തിൻ്റെ സത്യത്തിലേക്കും സത്തയിലേക്കുമുള്ള ആദ്യകിരണങ്ങളായി മാറി. അത് വെളിവാക്കുന്നൊരു സംഭവം ഇതാ. തറവാട്ടിലെ പ്രായമായ മുത്തശ്ശി മരണമടഞ്ഞു. മുത്തശ്ശി മരിച്ചുപോയോ? അതെ, ഇന്നലെ. ഇന്ന് പുലർച്ചെ ചടങ്ങുകൾ ഒക്കെ കഴിഞ്ഞു. നാണു എവിടെ? നാണു, നാണു മോനെ, അയ്യോ എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അവൻ എവിടെ പോയി? എന്തിനാണ് നീ തനിയെ ആ പൊന്തക്കാട്ടിൽ പോയിരുന്നത്? അച്ഛാ, ഇന്നലെ മുത്തശ്ശി മരിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ഒത്തിരി സങ്കടത്തോടെ കഴിഞ്ഞു. ഇന്ന് എല്ലാവരും അതൊക്കെ മറന്ന് ചിരിക്കുകയും കളിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്ത് ഇത് കണ്ടത് കൊണ്ടാണ് ഞാൻ കാട്ടിൽ പോയി ഇരുന്നത്. ഏകാന്തത തേടിയുള്ള ആദ്യ യാത്രയായിരുന്നത്. ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അതിർവരമ്പുകളുടെ അവ്യക്തതയിൽ ആ കുഞ്ഞു മനസ്സ് കുടുങ്ങിപ്പോയി. കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല എന്ന തിരിച്ചറിവോ ശരീരവും നീർക്കുമുള പോലെ നിലയറ്റതാണെന്നുള്ള സത്യാവബോധമോ അതോ എല്ലാം സ്വപ്നതുല്യമായതാണെന്നോ
വാരണാപ്പള്ളി, ആചാര്യൻ കുമ്മംപള്ളി രാമൻപിള്ള ആശാന്റെ ചേവണ്ണൂർ കളരി. ജാതീകൃതമായ അയിത്തം നിഷ്കർഷയോടെ പാലിച്ചിരുന്ന ആളായിരുന്നു ആശാൻ. പല ജാതിയിൽപ്പെട്ട കുട്ടികൾ കളരിയിൽ പഠിക്കുന്നു. ജാതി വ്യവസ്ഥ അനുസരിച്ച് വേണം കളരിയിൽ ഇരിക്കാൻ. ഒരു ദിവസം നാണു സ്ഥാനം തെറ്റിയിരുന്നു. ഇത് കണ്ട സവർണകുലത്തിലെ കുട്ടികൾ ആശാനോട് പരാതിപ്പെട്ടു. നാണു, നമസ്തേ ഗുരു. നാണു, ജാതി വ്യവസ്ഥ അനുസരിച്ചല്ല ഇരിക്കുന്നത്. പുറകോട്ട് മാറിയിരിക്കൂ. നാം മാറിയിരിക്കാം ഗുരു. എന്നാൽ നാം എവിടെ നിന്നാണ് ശ്വസിക്കേണ്ടത് എന്നും കൂടി പറഞ്ഞു തരൂ. വയൽവാരം വീട്ടിനകത്തൊരു സൂര്യനുദിച്ചു, ഗുരു സൂര്യനുദിച്ചു. ഇരുട്ടു കോട്ടകൾ അടിച്ചുടയ്ക്കും നാരായണ സൂര്യനുദിച്ചു. വയൽവാരം വീട്ടിനകത്തൊരു സൂര്യനുദിച്ചു, ഗുരു സൂര്യനുദിച്ചു. ഇരുട്ടു കോട്ടകൾ അടിച്ചുടയ്ക്കും നാരായണ സൂര്യനുദിച്ചു. വേദാന്തം മുഴുവൻ നെഞ്ചിലൊതുക്കി, നാദനാദാന്തം മുഴുവൻ മൊഴിയിലുണർത്തി. വയൽവാരം വീട്ടിനകത്തൊരു സൂര്യനുദിച്ചു, ഗുരു സൂര്യൻ. മരുത്വാമല, ജനിമൃതി ദുഃഖങ്ങൾക്ക് സ്വയം ഔഷധമാകുന്ന ഹിമവാന്റെ ശിഖരഭൂമി. ഈ മലയ്ക്ക് ഒരു ഗർഭഗൃഹമുണ്ട്, പിള്ളത്തടം ഗുഹ. ഏകാന്തയോഗികളെ ഗർഭം ധരിച്ച് സത്യബോധം നൽകുന്ന സൃഷ്ടിഗ്രഹം. ഈ ഗുഹയിലിരുന്നാണ് സ്വാമി തപസ്സനുഷ്ഠിക്കുന്നത്. തപസ്സിനു ശേഷം മലയിറങ്ങി വന്നത് കേറിപ്പോയ നാണുസ്വാമിയായിട്ടല്ല, പ്രണവമറിഞ്ഞ് മുനിയായിട്ട്. ബ്രഹ്മത്തെ അറിഞ്ഞ് സ്വയം ബ്രഹ്മമായി മാറി. ഈശ്വരനെ അറിഞ്ഞ് ഈശ്വരൻ്റെ പ്രതിപുരുഷനായി മാറിയ ശ്രീനാരായണ ഗുരുവായിട്ടാണ്. നമാമി നാരായണ പാദപങ്കജം
കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഓം ശാന്തി 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 ഓം ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. പിള്ളത്തടം ഗുഹയിൽ നിന്നും തപസ്സുണർന്ന ശ്രീനാരായണ ഗുരുദേവൻ ആദ്യത്തെ കർമ്മമണ്ഡലമായി കണ്ടെടുത്തത് ശങ്കരൻകാടെന്ന കാട്ടുപ്രദേശമായിരുന്നു. ഇന്നത്തെ അരുവിപ്പുറം. ചാതുർവർണ്ണ്യം എന്ന ചതുരക്കെട്ടിന് വെളിയിൽ ദുരാചാരനിഷ്ഠരായി കഴിഞ്ഞു പോന്നിരുന്ന സാധുക്കളെ ആത്മീയമായ ഉണർവിന് സജ്ജരാക്കണമെന്ന് സ്വാമി തീരുമാനിച്ചു. ഈശ്വരഭക്തിയിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. താത്വികമായ ആരാധനയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ അവർക്ക് ഒരു ആരാധനാലയമുണ്ടാവണം. അവർണർ എന്ന് വിളിച്ചകറ്റി നിർത്തുകയും അധകൃതർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യപ്പെട്ടിരുന്ന സാധുക്കളുടെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം ജാതി വ്യവസ്ഥയാണ്. ജാതിജന്യമായ ദുരാചാരത്തിൻ്റെ കേന്ദ്രങ്ങൾ സവർണക്ഷേത്രങ്ങളാണ്. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന അനാചാരങ്ങളെ ക്ഷേത്രങ്ങൾ കൊണ്ട് തന്നെ ഇല്ലാതാക്കണമെന്ന് ഗുരുസ്വാമി നിശ്ചയിച്ചുറച്ചു. ആ ദൃഢനിശ്ചയത്തിൻ്റെ സാഫല്യത്തിന് കാലവും പ്രകൃതിയും കാത്തുനിന്നു. അവതാര കൃത്യനിർവഹണത്തിന് നാന്ദി കുറിക്കുവാൻ ഗുരുസ്വാമി ഇതാ ശങ്കരൻകുഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ശങ്കരൻകുഴിയിലേക്കാണ് ഗുരുസ്വാമി ഇറങ്ങിപ്പോയത്. അത്രയും അഗാധവും അപകടം പിടിച്ചതുമായ ഒരു കയം വേറെയില്ല. ഒരാൾക്ക് മുങ്ങിക്കിടക്കാൻ കഴിയുന്ന പരമാവധി സമയം കഴിഞ്ഞു. സ്വാമി പൊങ്ങി വരുന്നില്ല. അതാ ഗുരുദേവൻ. നമ്മുടെ പൊന്നു തമ്പുരാൻ. ഓം നമഃ ശിവായ. 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 അഷ്ടബന്ധമില്ലാതെ ഗുരുദേവന്റെ കണ്ണീരുകൊണ്ട് കലശമാടിയ ശിലയെ, ശിവലിംഗത്തെ ഗുരുസ്വാമി പരന്ന പാറയിൽ പീഠത്തിൽ പ്രതിഷ്ഠിച്ചു. ആ ശിവലിംഗം പീഠവുമായി ഉരുകിച്ചേർന്നു. ശിലയിൽ അലിഞ്ഞു ചേർന്നു.
ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അടിമത്തത്തിലേക്ക് അടിച്ചമർത്തപ്പെട്ട അവശജനലക്ഷങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് സമത്വം, മാനവികത എന്നിവയിലേക്ക് അവരെ ഉണർത്തി. ഉയർത്തിയ യുഗപ്രഭാവനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവാ ഗുരുദേവാ ശ്രീനാരായണ ഗുരുദേവാ, ശിരസിൽ ശ്രീപാദ പുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ, ഗുരുകുലം തേടി വരുന്നു. ഗുരുദേവാ ഗുരുദേവാ ശ്രീനാരായണ ഗുരുദേവാ, ശിരസിൽ ശ്രീപാദ പുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ, ഗുരുകുലം തേടി വരുന്നു. അദ്വൈതത്തിനെ പൂണൂലണിയിക്കും ആര്യമതങ്ങൾ കേൾക്കെ, അവരുടെ 1000 ദൈവങ്ങൾ കേൾക്കെ. അദ്വൈതത്തിനെ പൂണൂലണിയിക്കും ആര്യമതങ്ങൾ കേൾക്കെ, അവരുടെ 1000 ദൈവങ്ങൾ കേൾക്കെ. ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നൊരു തിരുക്കുറൽ പാടിയ ഗുരുദേവാ, ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നൊരു തിരുക്കുറൽ പാടിയ ഗുരുദേവാ, നിൻ തിരുനാമം ജയിക്കട്ടെ, നിന്റെ വെളിച്ചം നയിക്കട്ടെ, പുലരട്ടെ പുലരട്ടെ പുതിയൊരു ധർമ്മം പുലരട്ടെ. ശ്രീനാരായണ ഗുരുസ്വാമികളുടെ പാദങ്ങളിൽ ഞങ്ങളുടെ ഈ നൃത്തനാടകമാകുന്ന പാരിജാത പുഷ്പം സമർപ്പിക്കുന്നു. അവതരണത്തിലുണ്ടായ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം എന്ന അപേക്ഷയോടെ ഞങ്ങൾ വിടവാങ്ങട്ടെ. നന്ദി, നമസ്കാരം. ഇവരെല്ലാം അനുമോദിക്കുന്നതിനായി സമിതി പ്രസിഡന്റ്, ചെയർമാൻ OK പ്രസാദ് സാർ, വിജയലാൽ സാർ എല്ലാവരും സ്റ്റേജിലോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വൈസ് ചെയർമാൻ, എല്ലാ OB അംഗങ്ങളും എല്ലാ OB അംഗങ്ങളും
വന്ന് പൊൻവേലി യൂണിറ്റിലെ നമ്മളെ ഒരു 100 വർഷം പുറകിലോട്ട് കൊണ്ടുപോയിരിക്കുന്നു. വിജയലാൽ സാർ നമുക്ക് നൽകിയിരിക്കുന്നതായ അറിവിൻ്റെ ഗുരുവിൻ്റെ തിരുവവതാരത്തിൻ്റെ ദൃശ്യാവിഷ്കരണം ഇത് ഞങ്ങൾ ഗുരുദക്ഷിണയായിട്ട് ഇതാ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ യോഗനയനങ്ങൾ മിഴിനീരണിയുന്നു എന്ന ഗ്രന്ഥത്തെ അധികരിച്ച് ഞങ്ങളൊരു നാടകശില്പം അവതരിപ്പിക്കുന്നു എന്ന് ഈ കുട്ടികൾ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. തുടങ്ങിയപ്പോൾ തൊട്ട് അത് കഴിയുന്നവരെയുള്ള സമയങ്ങളിൽ 8 വർഷങ്ങൾക്ക് മുമ്പ് 3 രാവും 2 പകലും കൊണ്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അനുഭവിച്ച ആത്മസംഘർഷം, സ്വാമിത്രപാദങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന കഠിനമായ വ്യഥയാണോ, വേദനയാണോ, സന്തോഷമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ കാണുകയായിരുന്നു. ആ ഗ്രന്ഥത്തിലെ വാക്കുകൾ അതേപടി പകർത്തിക്കൊണ്ട് അതിന് ഇത്രയ്ക്ക് ദൃശ്യചാരുത നൽകിയ ഈ 10-30 വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് വാക്കുകൾ പറഞ്ഞിട്ടാണ് അഭിനന്ദിക്കാനാവുക? വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്തരത്തിൽ വളരെ മനോഹരമായ ഒരു നൃത്ത സംഗീത നാടകശില്പം അവതരിപ്പിച്ച മുഴുവൻ പേർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ദിവി സൂര്യ സഹസ്രസ്യ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവരോടും ഒരുപാട് നന്ദി. SNMSൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൾച്ചറൽ ഈവൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടപ്പോൾ, സുമ മാഡം മെസ്സേജ് ഇട്ടപ്പോൾ ആദ്യമായിട്ട് പൻവേൽ യൂണിറ്റിൻ്റെ 45 മിനിറ്റ്സിൻ്റെ ഡാൻസ് ഡ്രാമ വേണം എന്ന് പറഞ്ഞ് ഗ്രൂപ്പിലിട്ട ആൾ ബ്രണില മഹേഷാണ്, ബ്രണില ചേച്ചിയാണ്. ചേച്ചീൻ്റെ ഡ്രീമായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കണം എന്നുള്ളത്. അതുവഴിയാണ് നമ്മുടെ ചേച്ചീൻ്റെ സ്വപ്നം നമ്മളിലേക്ക് ചേച്ചി ഇൻജെക്റ്റ് ചെയ്യുമായിരുന്നു. ചേച്ചി എന്നോട് പറഞ്ഞു, പിന്നെ സൗമ്യ, മഞ്ജു ചേച്ചി, എല്ലാവരും നമ്മുടെ പിള്ളേരാണ്, സോബിൻ, മഹേഷ് ചേട്ടൻ, എല്ലാവരും ഈ നിൽക്കുന്ന എല്ലാവരും പൻവേൽ യൂണിറ്റ് ഇവരില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഓരോരുത്തരും അവരുടെ ജോലി എന്നൊക്കെ രാത്രി 9 മണി 10 മണി 12 മണിയൊക്കെ പോയത് നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ നമ്മളുടെ അവതരണത്തിൽ കുറച്ച് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, അതെല്ലാവരും ക്ഷമിക്കണം. എല്ലാം നമ്മൾ തന്നെ, കുട്ടികളൊക്കെ തന്നെയാണ് അതിൻ്റെ ഡബ് ചെയ്തതും ഒക്കെ. നമ്മൾ സ്റ്റുഡിയോയിൽ പോയി, മലയാളം അറിയാത്ത കുട്ടികളാണ്, അമ്മയും ശബരി, എല്ലാവരും മനോഹരമായിട്ട് അവർക്ക് അറിയുന്ന ലാംഗ്വേജിൽ അവരത് ഡബ് ചെയ്ത് തന്നു. പിന്നെ ഇത് യോഗ നയനങ്ങളിൽ മിഴിനീരണിയുമ്പോൾ എന്ന് പറയുന്ന വിജയലാൽ നെടുങ്കണ്ടൻ സാറിൻ്റെ ബുക്കിൽ നിന്ന് എടുത്തതാണ്. സാറിൻ്റെ ഇതിലുള്ള ഓരോ വാചകങ്ങളും സാറിൻ്റെയാണ്. അതിൽ സംഭാഷണങ്ങൾ ചേർത്തു, അതൊന്ന് ചിട്ടപ്പെടുത്തി എടുത്തു എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം സാറിൻ്റെ വാചകങ്ങളാണ്. ഇനി ആരെയും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു അവസരം, അയ്യോ സഞ്ജയ് സാർ നമ്മുടെ സാർ പ്ലീസ് സഞ്ജയ് സാറാണ് ഇതിൻ്റെ ഡയറക്ടർ. ഗുരു പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്: വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ഇതിനെ അതിൻ്റെ അർത്ഥം, ഏറ്റവും ശരിയായ അർത്ഥത്തിൽ പരിപാലിച്ചു പോകുന്ന ഒരു ടീമാണിത്. ഇത്തരം ടീമുകളുണ്ടെങ്കിൽ, ഇത്തരം സംഘടനകളുണ്ടെങ്കിൽ, ഇത്തരം സംഘബോധങ്ങളുണ്ടെങ്കിൽ, ഇത്തരം ബോധങ്ങളുണ്ടെങ്കിൽ, ഇത്തരം ബോധ്യങ്ങളുണ്ടെങ്കിൽ SNMSൻ്റെ കാൽവയ്പ് അതൊരു മഹത്തായ കാൽവയ്പ്പാണ്, ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും. ഈ ടീമിൻ്റെ ഒത്തൊരുമ കൊണ്ട് മാത്രമാണ് ഞാൻ അവരുടെ കൂടെ നിന്നത്. അല്ലാതെ ഇതിലെനിക്ക് ഒരു പങ്കുമില്ല. അഥവാ ഒരു പങ്കുണ്ടെങ്കിൽ ആ പങ്ക് ഗുരുദേവന്റെ മാത്രമാണ്. ബിഗ് താങ്ക് യു. ലവ് യു ഗൈസ്.